ഒരു വർഷത്തെ പ്രധാന സംഭവങ്ങൾ, കണക്കെടുപ്പ്, നേട്ടങ്ങളും കോട്ടങ്ങളും, വിവിധ വീക്ഷണകോണുകളിലൂടെ. അതെ, 2024 നമുക്ക് നൽകിയത് എന്തൊക്കെ? 2025 പഠിച്ച് മുന്നേറാൻ എന്തെല്ലാം കാഴ്ചകൾ? കഴിഞ്ഞ വർഷം വികസന കുതിപ്പിലും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ, കായിക, ചലച്ചിത്ര മേഖലകളിലുമായി ദേശീയ തലത്തിലും ആഗോളതലത്തിലും വൻ നേട്ടങ്ങൾ നേടിയാണ് കേരളം അടയാളപ്പെടുത്തുന്നത്. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കാത്തിരിപ്പായ വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലുകളെത്തിയത് നേട്ടമായപ്പോൾ, വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവും 400ഓളം മനുഷ്യജീവനുകൾ നഷ്ടമായതും വലിയ നോവായി മാറി. ഓഗസ്റ്റ് 19 പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചലനം സൃഷ്ടിച്ചു. മംഗളൂരു ഗോവ റൂട്ടിലെ ഗംഗാവലിപ്പുഴയിൽ മുങ്ങിപ്പോയ അർജുൻ 2024 തീരാ നോവായി. 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് മടങ്ങി. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രിമാരായി അധികാരമേറ്റു. മലയാളത്തിന്റെ അതുല്യ പ്രതിഭ MT വാസുദേവൻ നായർ അന്തരിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ ഗഗൻയാൻ ദൗത്യത്തിനായുള്ള സംഘത്തെ നയിക്കുന്നത് മലയാളിയായ ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖവും പോക്സോ നിയമവും ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി. എയർ കേരള എന്ന മലയാളികളുടെ സംരംഭത്തിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ NOC ലഭിച്ചു. മലയാളി നായികമാരായ കനി കുസൃതിയും ദിവ്യപ്രഭയും അഭിനയിച്ച പായൽ കബാഡിയയുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം കരസ്ഥമാക്കി. ലോകത്താകമാനം വിവിധങ്ങളായ സംഭവങ്ങൾക്കാണ് 2024 സാക്ഷ്യം വഹിച്ചത്. UK-യിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ 14 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. ഋഷി സുനക് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ഇറങ്ങുകയും കെയർ സ്റ്റാർമൻ അധികാരമേൽക്കുകയും ചെയ്തു. നോട്ടോ പെനിൻസുല ഭൂകമ്പം എന്ന് പേരിട്ട പ്രകൃതി ദുരന്തത്തിൽ 250 പേർ മരിക്കുകയും 1000ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ശ്രീലങ്കയെ ചുവപ്പിച്ചുകൊണ്ട് അനുര കുമാര ദിസനായകെ അധികാരത്തിലേറിയത് വലിയ ചർച്ചയായി മാറി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിന്നും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് ആഗസ്റ്റ് 5 സ്റ്റാർലൈൻ പേടകത്തിന്റെ തകരാറിനെ തുടർന്ന് ബഹിരാകാശത്ത് തുടരുന്ന സുനിത വില്യംസും ബുഷ് വിൽമോറും ഈ വർഷമുടനീളം ചർച്ചകളിൽ നിറഞ്ഞവരാണ്. ട്രംപിന്റെ തിരിച്ചുവരവിന്റെ വർഷം കൂടിയായി 2024. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇംപീച്ച് ചെയ്യപ്പെട്ടതിനു ശേഷം തിരിച്ചെത്തിയ പ്രസിഡന്റായി ട്രംപ് മാറി. 2022 ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധം 2024 നവംബർ 19 1000 ദിവസങ്ങൾ പിന്നിട്ടു. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്.